നമസ്കാരം പ്രിയ കൂട്ടുകാരെ. ഒട്ടേറെ വൈവിധ്യ സ്വഭാവങ്ങളുള്ളവരാണ് നാം എല്ലാവരും. അതുപോലെ വിവിധ തരം കഴിവുകളുടെ ഉടമസ്ഥരുമാണ് നമ്മൾ. നമ്മുടെ സ്വഭാവ സവിശേഷതകളും വ്യത്യസ്തങ്ങളായ കഴിവുകളും നാം പരസ്പരം സഹായിക്കുവാനും അന്യോന്യം സമ്പന്നരാക്കുവാനും നമ്മെ പ്രാപ്തരാക്കണം. എങ്കിൽ മാത്രമേ നാം പരസ്പരം സമ്മാനങ്ങളായി മാറുകയുള്ളൂ. പല പ്രത്യേക അവസരങ്ങളിലും നാം പരസ്പരം സമ്മാനങ്ങൾ കൈമാറാറുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതു തന്നെ. എന്നാൽ അതോടൊപ്പം നാം പരസ്പരമുള്ള സമ്മാനങ്ങളാണ് എന്ന ചിന്ത കൂടി നമ്മളുണ്ടാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും കൂടി നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നാം കൊടുക്കുന്ന സമ്മാനങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകൂ. മറ്റുള്ളവർക്ക് ദൈവം നൽകുന്ന സമ്മാനങ്ങളാണ് നമ്മളെന്ന ചിന്ത നമ്മിൽ ആഴത്തിൽ വേരോടിയാൽ അത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മെ ആവേശം കൊള്ളിപ്പിക്കുമെന്നതിൽ സംശയം വേണ്ട. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ആവേശമുണ്ടായാൽ ജീവിതത്തിലെ കൊച്ചു കൊച്ചു ഇച്ഛാഭംഗങ്ങളും പ്രതിസന്ധികളുമൊന്നും നമ്മെ ഒരിക്കലും തളർത്തിക്കളയില്ല എന്നത് തീർച്ചയാണ്. മറ്റുള്ളവർക്ക് സമ്മാനമാകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരുമാണ് നാം എന്ന് എപ്പോഴും നാം ഓർമ്മിക്കണം. അതുപോലെ മറ്റുള്ളവർ നമുക്കുള്ള സമ്മാനങ്ങളാണ് എന്നതും നമുക്ക് മറക്കാതിരിക്കാം. നാം പരസ്പരം ദൈവത്തിൻ്റെ സമ്മാനങ്ങളായി മാറുമ്പോൾ നമ്മുടെ ജീവിതം ഏറെ പ്രസാദപൂർണവും സൗഭാഗ്യദായകവും